ഫ്രണ്ട്സ്, ശ്രുതീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെള്ള ഗ്രീൻ പീസ് കൊണ്ടൊരു കറി ഉണ്ടാക്കാം. എന്നാൽ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയേക്കാം. അതിനായിട്ട് തലേദിവസം രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന വൈറ്റ് ഗ്രീൻ പീസ് ആണിത്. ഇത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പും ഒരു പച്ചമുളക് നടുക്ക് കീറിയതും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം. 3-4 വിസിലടിച്ച് വെന്തിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് നമുക്ക് ഒരു കിഴങ്ങും അതുപോലെ ഒരു ചെറിയ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഒന്നിച്ചിട്ട് വേവിച്ചെടുക്കാം. ഞാനിത് 2ആയിട്ടാണ് വേവിച്ചെടുത്തത്. കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 വിസിൽ കൂടി അടുപ്പിച്ചിട്ട് കുക്കർ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതുപോലെ 4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ ബീൻസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് ഒന്ന് നോക്കിയേക്കണം. കുറച്ച് കറിവേപ്പില കൂടി അതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് കുറച്ചൊന്ന് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറന്നേക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.